ലൈഫ് പദ്ധതി പട്ടികയിൽ മുൻഗണനയുണ്ടായിട്ടും സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ സുരക്ഷിതമായ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാതെ നിർധന കുടുംബം. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ 11-ാം വാർഡ് പാർത്തല മമ്പള്ളി കളമ്പാടി വീട്ടിൽ വിജയകുമാരിയും കുടുംബവുമാണ് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന കൂരയിൽ ഭയത്തോടെ കഴിയുന്നത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും ഇഴജന്തുക്കളുടെ ശല്യവും ഇവരുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. ചെറുപ്പം മുതലേ അസുഖബാധിതയായ മകൾ സുവർണ, അപകടത്തിൽ പരിക്കേറ്റ മകൻ ശ്രീജിത്ത് എന്നിവരാണ് വിജയകുമാരിക്കൊപ്പമുള്ളത്. സമാധാനമില്ല, മനസ്സിന് ടെൻഷൻ ഓരോന്ന് ആലോചിച്ചിട്ടൊക്കെ. അപ്പം അങ്ങനെ ഒരു വിധം ഇങ്ങനെ ജീവിക്കുന്നു. ഇതിപ്പോ എത്ര കാലമായി ഈ ഒരു വീട് ഇങ്ങനത്തെ ഒരു അവസ്ഥയില്? 2 കൊല്ലം കഴിക്കുന്നുണ്ടാവില്ല. 2 കൊല്ലം കഴിഞ്ഞു. 2 കൊല്ലം ഞങ്ങളൊക്കെ താമസിച്ചിരുന്നല്ലേ. ഞങ്ങളൊക്കെ ഓരോ കുഴപ്പങ്ങൾ കാര്യമില്ലാതെ മരണപ്പെട്ടില്ലേ. ഇപ്പൊ ലൈഫില് വീട് അംഗീകരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ടെൻഷൻ ആലോചിച്ചിട്ട്. ലൈഫില് വീട് അംഗീകരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ശരിയെന്ന് പറയുന്നു. അപകടത്തിൽ പരിക്കേറ്റതിനാൽ കഠിനമായ ജോലികൾ ചെയ്യാൻ കഴിയാത്ത ശ്രീജിത്ത് ചെറിയ ജോലികൾ ചെയ്താണ് കുടുംബം പുലർത്തുന്നത്. രോഗികളായ അമ്മയെയും സഹോദരിയെയും തനിച്ചാക്കി ദൂര സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകാനും ഇയാൾക്ക് സാധിക്കുന്നില്ല. മരിച്ചുപോയ അമ്മാവന്റെ പേരിലുള്ള 30 സെന്റ് കുടുംബസ്വത്തിലെ പഴയ സോപ്പ് കമ്പനി കെട്ടിടത്തിലാണ് നിലവിൽ ഈ കുടുംബം കഴിയുന്നത്. ഈ സ്ഥലം രേഖാമൂലം ഭാഗം വെക്കാത്തതാണ് ലൈഫ് പദ്ധതി വഴി വീട് ലഭിക്കുന്നതിന് തടസ്സമാകുന്നത്. നിലവിൽ ലൈഫ് പദ്ധതി മുൻഗണനാ ലിസ്റ്റിൽ 4-ാം സ്ഥാനത്താണ് ഇവരുടെ പേരുള്ളത്. സുവർണയ്ക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കി വീട്ടുകാരുടെ സമ്മതത്തോടെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കുടുംബത്തിന്റെ പുനരധിവാസം ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച നടത്തുമെന്നും വാർഡ് മെമ്പർ വി ഗിരിജ വ്യക്തമാക്കി. അപ്പോൾ അവർക്ക് അസുഖമായിട്ട് പല ബുദ്ധിമുട്ടുകളും ഉള്ളവരാണ്. അപ്പോൾ അവര് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട നടപടികൾ വീട്ടിൽ താമസ വിധത്തിൽ എത്രയും പെട്ടെന്ന് നടപടികൾ എടുക്കണമെന്ന് പ്രസിഡന്റിനോടും അധികാരികളോടും പറഞ്ഞിട്ടുണ്ട്. അവരെത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ട നടപടികൾ എടുക്കുക എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള പദ്ധതികൾ ചെയ്യാന്ന് വെച്ചാൽ ഇവരുടെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. ആധാരത്തിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ പേപ്പറുകൾ ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലും പഞ്ചായത്ത് മുഖാന്തരം ഇടപെടണം പറഞ്ഞു വെച്ചാൽ അതിന് നടത്താൻ പറ്റുള്ളൂ. തീർച്ചയായും ഇവർക്ക് ലൈഫിൽ പാസ്സായിട്ടുണ്ട്. ആധാരത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത്രയും വൈകുന്നത്. അത് ശരിയായിട്ടുണ്ട് വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ലൈഫിൽ വീടിന് പാസ്സാകാനുള്ള എല്ലാ വേണ്ട നടപടികളും മെമ്പർ എന്ന നിലയിൽ ഞാൻ മുൻകൈയെടുത്ത് ചെയ്യുന്നതായിരിക്കും. സ്ഥലം സംബന്ധിച്ച വിഷയങ്ങളിൽ ഇടപെട്ട് ലൈഫ് പദ്ധതി വഴിയുള്ള വീട് എത്രയും വേഗം ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷനും അറിയിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ലൈഫ് പദ്ധതിയുടെ പട്ടികയിൽ വീടിന് അർഹതയുണ്ട്. നേരത്തെ 10-ാം വാർഡിലായിരുന്നു ഇവരെല്ലാം താമസിച്ചത്. അപ്പോൾ 10-ാം വാർഡിലെ ലൈഫ് ഗുണഭോക്തൃ പട്ടികയിൽ 4-ാമത് ക്രമനമ്പറായിട്ട് അർഹത നേടിയിട്ടുള്ള ഈ കുടുംബത്തിന് നമ്മൾ എഗ്രിമെൻറ്റ് വെക്കാൻ ആവശ്യപ്പെടുകയും അവരോടതിന് സമയബന്ധിതമായി തന്നെ വീടിൻ്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അവരുടെ കുടുംബ വസ്തുവിലുള്ള കൃത്യമായ തർക്കമെന്ന് പറയാൻ കഴിയില്ല, അതിൻ്റെ ഒരു രേഖ തയ്യാറാക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ആധാരമോ അതല്ലെങ്കിൽ നികുതി അടച്ച രസീതിയോ കൈവശ സർട്ടിഫിക്കറ്റോ അവർക്ക് നാളിതുവരെ ഹാജരാക്കാനായിട്ട്. തികച്ചും ജീർണിച്ചൊരു വീട്ടിലാണ് ആ കുടുംബം താമസിക്കുന്നത്. ഈ ദമ്പതികൾക്ക് ഭിന്നശേഷിക്കാരിയായ ഒരു മകളും മറ്റ് പ്രായപൂർത്തിയായി വരുന്ന ഒരു പ്രായത്തിലുള്ള മകനുമുണ്ട്. അധ്വാനിച്ചും കഷ്ടപ്പെട്ടുമൊക്കെ ജീവിച്ചു പോരുന്ന ഈ കുടുംബത്തിന് ഈ ഭിന്നശേഷിക്കാരോടൊപ്പം ഏത് സന്ദർഭത്തിലും ഒരാൾ കൂടെ ഉണ്ടാകണമെന്ന് കൊണ്ട് തന്നെ വലിയ പ്രയാസങ്ങളോടുകൂടിയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. സ്വന്തമായൊരു വീട് ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രയാസങ്ങൾക്കേറെ പരിഹാരമുണ്ടാകും. നിർമ്മിച്ച വീട് വളരെ പ്രയാസത്തിലാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഗ്രാമപഞ്ചായത്ത്. അവരുടെ കുടുംബപരമായിട്ടുള്ള തർക്കങ്ങൾ, വസ്തുവിലെ അവകാശം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നാളിതുവരെയായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് ഗ്രാമപഞ്ചായത്തും നല്ല രീതിയിലുള്ള ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം
ആ വസ്തു അവരുടെ പേരിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവകാശികളിൽ നിന്നെല്ലാം ഒപ്പ് ശേഖരിച്ച് അവരെല്ലാം രജിസ്റ്റർ ചെയ്ത് ഒരു ആധാരമുണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും ഉടനെ തന്നെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയവർക്ക് പുതിയൊരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് കൂടെ ഉണ്ടാകുമെന്ന് അറിയിക്കുക. CCN കടമ്പഴിപ്പുറം.